ഹായ് ഓൾ, നമ്മളിപ്പോൾ ഒരു കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള പ്ലീറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്ലീറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെറിയ ചെറിയ പിന്ന് കുത്തിയിട്ട് ഇതുപോലെ പ്ലീറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ പേൾ പിൻ കുത്തിയാണ് പ്ലീറ്റ് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പിന്നൊക്കെ കുത്തി എല്ലാം സെറ്റ് ചെയ്ത് പ്ലീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതെടുത്ത് തയ്യൽ മെഷീൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ഏതെങ്കിലുമൊക്കെ ഒരു പ്ലീറ്റ് വിട്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ബിഗിനേഴ്സിന് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഇതുപോലൊരു സൂചി എടുക്കുക. എന്നിട്ട് ഇതുപോലെ നൂല് കോർത്തിട്ട് ഇതുവഴി ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ട് ഒന്ന് തുന്നി ഈ അറ്റം വരെ എടുക്കുക. അപ്പോൾ പിന്നെ വിട്ടുപോകത്തില്ല. വെറുതെ റണ്ണിങ് ആയിട്ട് എടുത്താൽ മതി സൂചി കൊണ്ട് കോർത്ത്. അതിനുശേഷം തയ്യൽ മെഷീനിൽ കൊണ്ടുവച്ച് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് പ്ലീറ്റ് പോകുമെന്ന പേടി വേണ്ട. അപ്പോൾ അതേ നമ്മൾ പിന്നെല്ലാം കുത്തി പ്ലീറ്റെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തേച്ച് കറക്റ്റ് എല്ലാ അളവും ഒരേപോലെ ആക്കിയിട്ട് നമ്മൾ തയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പിന്നെല്ലാം ഊരിക്കളയണം ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം. എന്നിട്ടാണ് നമ്മൾ പൊക്കത്തേക്കുള്ള യോക്ക് പോർഷൻ തയ്ക്കാൻ പോകുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തിയായി മാറുന്നത്. ഇപ്പം ഞാൻ യോക്കുമായിട്ട് പ്ലീറ്റെല്ലാം യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതൊന്ന് തേക്കുക, നല്ല രീതിയിൽ തേച്ച് ഈ പ്ലീറ്റ് താഴെ വരെ ആക്കുക. അങ്ങനെ നമ്മൾ ഫുൾ ചെയ്തെടുക്കുമ്പോഴേ ഇതിങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് മാറിപ്പോകും. അപ്പോൾ പ്ലീറ്റ് നല്ലപോലെ ഇങ്ങനെ പിടിച്ച് തേക്കണം. അങ്ങനെ തേച്ച് കഴിയുമ്പോൾ ഇത് അതേപോലെ തന്നെ കിടക്കും, വാഷ് ചെയ്താലും പോകില്ല. ഇതിനടിയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല കട്ടിയായിട്ട് സ്റ്റിഫായിട്ട് ഇരുന്നോളും. ഇത് നല്ല വൃത്തിക്കിരിക്കണം തേച്ച്. അങ്ങനെ നമ്മൾ ഫുള്ള് ഇത് തേച്ച് എടുക്കുമ്പോഴത്തേനും നല്ല വൃത്തിയായിട്ട് നമുക്ക് ഈ ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തി കിട്ടുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. താങ്ക് യു.